ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം എല്ലായിടത്തും മഴയല്ലേ. ഞങ്ങളുടെ 2 വാഴയും തെങ്ങും ഒക്കെ മറഞ്ഞു പോയി, പിഴുതു വീണുപോയി. അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ ആണേ. അപ്പോൾ മറഞ്ഞു പോയ വാഴയിൽ കുറച്ച് പാകമാകാത്ത പഴമല്ല കായുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം എടുത്തു, നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് തോരനാക്കാമെന്ന് കരുതി. എല്ലാം നല്ല അരിഞ്ഞു വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ഇനി അരിഞ്ഞെടുത്തിട്ടുണ്ട്, നമുക്കിത് കഴുകി. ഇനി നമുക്കിത് തോരനാക്കാം. വേവിക്കാൻ വയ്ക്കാം. ഓക്കെ, ആ സമയത്ത് നമുക്ക് തോരനാവശ്യമുള്ള അരപ്പും കൂടെ അരച്ചെടുക്കാം. കുറച്ച് ചക്കയും കൂടിയുണ്ട് കേട്ടോ. ചക്കയെല്ലാം വെട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ടേ. അത്യാവശ്യം തോരനെല്ലാം ഏകദേശം വെന്ത് കഴിഞ്ഞു. ഞാനതൊന്ന് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് അടച്ചു വയ്ക്കാം. ചക്ക ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട്. ഞാൻ ചക്ക എപ്പോഴും കുക്കറിലാണ് വയ്ക്കുന്നത്. അതും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ രാവിലത്തെ പണികളെല്ലാം തീർത്താൽ നമുക്ക് ഇഷ്ടമുള്ള സമയം കിട്ടുമല്ലോ. ആ സമയത്ത് ചക്കയ്ക്കുള്ള അരപ്പും കൂടെ അരച്ച് വെച്ചേക്കാം. എപ്പോഴും കറണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് പാടാണ്. അപ്പോൾ അതിന് സമയത്താണ് കുറച്ച് വെയിൽ ഇന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മുറ്റത്ത് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഞാൻ വലുതുണ്ടായിരുന്നു. മെത്തയൊക്കെ കട്ട് ചെയ്ത ശേഷം കിട്ടുന്ന ഒരു ഷീറ്റുണ്ടല്ലോ, അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് തുണികളെല്ലാം വിരിച്ച് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം ഉണങ്ങി കിട്ടുകയും ചെയ്തേ. ഇനി നമുക്ക് കുറച്ച് പച്ചടിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് പറയുമ്പോൾ മീനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പച്ചടികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പച്ചടി കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ട് തേങ്ങയെല്ലാം ചേർത്തിട്ടുണ്ട്. കുമ്പളങ്ങയാണ്, അതും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് ഓഫ് ചെയ്ത് വെച്ചാലോ. ഇനി നന്നായിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ചോറൊക്കെ ഞാൻ വിളമ്പുന്നുണ്ട്. ചോറ്, കുറച്ച് തോരൻ, പച്ചടി, സാമ്പാർ ഓൾറെഡി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറായിരുന്നു. അപ്പോൾ അത് എക്സ്ട്രാ ഉണ്ടായിരുന്നു. മീൻസ് ലഞ്ചിനും കൂടി ചേർത്താണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ചക്കയും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഓക്കെ, താങ്ക് യു.